പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2021 ആണ്ടിന്റെ രണ്ടാമത്തെ ശനിയാഴ്ച ഹല്ലേലൂയ രാത്രിയിൽ അല്പം വൈകിയാണ് എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടായിരിക്കാൻ ഈ പകലിലും കർത്താവ് നമ്മെ സഹായിച്ച ബലപ്പെടുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ അക്കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ആമേൻ 2021 ആണ്ടിലേക്ക് നാം ആമേൻ പ്രവേശിച്ചു. ആമേൻ. അന്ന് മുതൽ ഈ ഒരാഴ്ച മുഴുവൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടെ ഇവിടങ്ങളായി തന്റെ മക്കളെ സൂക്ഷിച്ച ആ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി ഈ ശനിയാഴ്ച രാത്രി നമുക്കൊരുമിച്ച് ഇപ്രകാരം കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾ ഭാഗികരമായി കാണുന്നവർ, സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാതെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നൽകി തന്ന് ഇന്നയോളം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ ആ പരിപാലനത്തിനായി, ദൈവത്തിന്റെ നടത്തിപ്പിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്നതിനായി സ്തോത്രം. ഈ വർഷത്തിന്റെ പ്രാരംഭ ആഴ്ച കർത്താവെ ഞങ്ങൾക്ക് ആമേൻ സന്തോഷത്തോടായിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദി പറയുന്നു. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം കർത്താവെ അവിടുന്ന് നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദിയുള്ളവരായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്ന് രാത്രി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവ കൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയാൽ ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ സമപ്രായത്തിലുള്ളവർ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ തലമുറകൾ, ജീവിത പങ്കാളികൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പലതിലും ആമേൻ തകർന്നിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരുന്നു കൊണ്ട് സന്തോഷിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രക്ഷയായവൻ, പരിചയായവൻ, കോട്ടയായവൻ, സങ്കേതമായവൻ, ഹല്ലേലൂയ, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇന്നയോടെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രാത്രിയിലായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ കൃപ നൽകിയാൽ ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ആശ്വാസമായി, വിടുതലായി ഞങ്ങൾ ആമേൻ അങ്ങയോട് അടുക്കുവാൻ ഉതകുന്ന വിധത്തിൽ ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കട്ടെ. അന്ത്യകാലത്ത് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ലൈവ് ആമേൻ. അതെ, റേഞ്ചിന്റെ പ്രശ്നങ്ങൾ, ആമേൻ, ടവറിന്റെ പ്രശ്നങ്ങൾ, ആമേൻ, അതെ കൂടെ നേരിടുന്നുണ്ട്. ആമേൻ. എങ്കിലും അതിനെല്ലാം അതിജീവിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ടുപാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നിനക്കായി കരുതും നല്ല തുണയേശു, കണ്ണുനീരാവിൻ തുടയ്ക്കും നല്ല തുണയേശു, കണ്ണുനീരാവിൻ തുടയ്ക്കും കണ്ണുനീരാവൻ തുടയ്ക്കും വാക്ക്
വാഗ്ദത്തങ്ങളുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. ഓ വാഗ്ദത്തങ്ങളുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടു നീരാവൻ തുണയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടു നീരാവൻ തുണയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അവനാടി പീഡനാലവൻ സൗഖ്യം തരും. വചനമായ യേശു നിന്നെ വിടുവിച്ചിടും. ആടി പീഡനാലവൻ സൗഖ്യം തരും. വചനമായ യേശു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടു നീരാവൻ തുണയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടു നീരാവൻ തുണയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി ഈ ലൈവിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ അവരവരുടെ ഭവനങ്ങളിൽ ആയിരിക്കുന്ന എല്ലാവർക്കും, വിശേഷ വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവന്ദന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുക. ആമേൻ. നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അന്യന്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ കഷ്ടതയ്ക്കകത്ത്, ഈ വേദനയ്ക്കകത്ത്, ഈ പ്രതികൂലത്തിനകത്ത് തീർന്നു പോകുമോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ ഉയർന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ നടുവിലും അന്യന്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ എന്റെ ദൈവത്തെ കാണും. ഹല്ലേലൂയ. പട്ടൻ പറയുക, ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, പക്ഷേ എന്റെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് രാത്രിയിൽ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഗിരി പ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് തന്റെ അരികിൽ വന്ന ശിഷ്യന്മാരോടായി ഇങ്ങനെ പറഞ്ഞു. മത്തായി 5:8, ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആരാ ദൈവത്തെ കാണുന്നത്? ഹൃദയ ശുദ്ധി ഉള്ളവര്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് നിഷ്കളങ്ക ഹൃദയത്തിനുടമയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമൈതലേ, അത് പാപിയെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന യേശു കർത്താവ് കാൽവറിയിൽ തന്റെ രക്തം ചീന്തി, അതേ മറുവിലയായി രക്തം കൊടുത്ത്, അതേ നീതീകരിച്ച് ആ വേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവമക്കളായി ജീവിക്കുവാൻ തക്കവണ്ണം
കൃപ ലഭിച്ചവർ, ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നോടൊപ്പം ആയിരിക്കുന്നവർ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആരാ ദൈവത്തെ കാണുന്നത്? ഹൃദയശുദ്ധിയുള്ളവർ. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ആരാ? ഭാഗ്യവാന്മാരാ. ഹല്ലേലൂയ. രണ്ട് കാര്യം, ഒന്ന് ഭാഗ്യവാൻ, ആമേൻ. രണ്ട് ദൈവത്തെ കാണും. ആരാ കാണുന്നത്? ആമേൻ. അത് ഹൃദയശുദ്ധിയുള്ളവർ. ഹൃദയശുദ്ധിയുള്ളവരാരാ? ഭാഗ്യവാന്മാരാ. ലോട്ടറി അടിക്കുന്നവനല്ല ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, പണമുള്ളവനല്ല ഭാഗ്യവാൻ, കഴിവുള്ളവനല്ല, പണം, ആമേൻ, സൗന്ദര്യമുള്ളവനല്ല, പ്രാപ്തിയുള്ളവനല്ല, ആമേൻ, സാമ്പത്തികമോ ആമേൻ സാമ്രാജ്യമോ ഉള്ളവന അല്ല ഭാഗ്യവാൻ. പിന്നെ ആരാ ഭാഗ്യവാൻ? കറുത്തവനോ വെളുത്തവനോ ആയിക്കോട്ടെ, താഴ്ന്നവനോ മുന്തിയവനോ ആയിക്കോട്ടെ, നിന്റെ ഹൃദയം ശുദ്ധമാണോ? നീ ഭാഗ്യവാനാ. ആരാ പറയുന്നത്? യേശു കർത്താവ്. ആരോടാ പറഞ്ഞേ? തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട്. ഇന്ന് രാത്രി ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ മോഹം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട എന്ന് പറഞ്ഞ് സമസ്തവും ദൈവ കരങ്ങളിൽ സമർപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇറങ്ങി ആമേൻ പുറപ്പെട്ടിരിക്കുന്ന പുതിയ നിയമ ഇസ്രായേലാണെങ്കിൽ അത് നിന്നോടാ ഇന്ന് രാത്രി പറയുന്നത്, നീ ഭാഗ്യവാനാ. ഹല്ലേലൂയ. നീ ദൈവത്തെ കാണും. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായിക്കൊണ്ടിരിക്കുകയാ. അവന്റെ വരവിങ്കൽ നീ തള്ളപ്പെടാതെ ഇവിടുന്ന് എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ളവർ ആമേൻ, ആമേൻ. കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ, അതെ, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. അപ്രകാരം ഇവിടെ നിന്ന് എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാക്. വചനം പറയുന്നു, ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഈ കട്ടതയ്ക്കകത്ത് തീർന്നു പോകും, ഈ വേദനയ്ക്കകത്ത് തകർന്നു പോകും, ആമേൻ, ഈ പ്രതികൂലത്തിനകത്ത് ഞാൻ നശിച്ചു പോകും എന്ന് ആര് പറഞ്ഞു? അത് പ്രത്യാശയില്ലാത്തവർ പറഞ്ഞു. ആമേൻ. ദൈവത്തെ അറിയാത്തവർ പറഞ്ഞു. ആമേൻ. ദൈവത്തെ അറിയുന്നവർ പറയും, നീ ഭാഗ്യവാനാണ്, നീ ദൈവത്തെ കാണും. എന്താ കാര്യം? അതെ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ ആമേൻ കഴുകൽ പ്രാപിച്ച ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി. ആ കൃപ ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. ഈ കട്ടതയ്ക്കകത്ത് കൃപ, ഈ പ്രതികൂലത്തിനകത്ത് കൃപ, ഈ വേദനയ്ക്കകത്ത് കൃപ. ഹല്ലേലൂയ. കൃപ 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 എന്ന് ആർത്തുകൊണ്ട് ആമേൻ ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അപ്പോ ഹൃദയം എങ്ങനെ ശുദ്ധിയാകുന്നത്? ഹൃദയം എല്ലാറ്റിനെക്കാട്ടിലും അത് കപടമുള്ളതാണ്, കാപ്പട്യം നിറഞ്ഞതാണ്. ആമേൻ. ഹൃദയത്തിനകത്ത് ദുഷ്ടചിന്തകൾ ആമേൻ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയുകയല്ല, വചനം പറയുന്നു. എന്നാൽ അങ്ങനെയുള്ള ഹൃദയത്തെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ഹല്ലേലൂയ. ഹൃദയ ശുദ്ധി ഉള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത് പാപമില്ലാത്തവർ എന്ന അർത്ഥത്തിലല്ല. ആമേൻ. ഹൃദയ ശുദ്ധി ഉള്ളവർ ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പാപമില്ലാത്തവർ എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ? ഹല്ലേലൂയ. അങ്ങനെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ ഭൂമിയിലുള്ളവർ ആരും ഒരിക്കലും ദൈവത്തെ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. ആമേൻ. പിന്നെ എന്താണ് അതിന്റെ ശരിയായ അർത്ഥം? ഹല്ലേലൂയ. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? ആമേൻ. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ആമേൻ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര നന്മ അധികം കൊടുക്കും. ഹല്ലേലൂയ. യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ഇവിടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആമേൻ. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയ്ക്കകത്ത് ആമേൻ തീച്ചൂളയ്ക്കകത്ത് തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരുവൻ അവരുടെ കൂടെ ആയിരിക്കുന്നത് അവരനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ കൂടെ അവരനുഭവിക്കുമ്പോൾ അവരുടെ കൂടെയുള്ളവനെ ആമേൻ അത് രാജാവ് കാണുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവർ യേശുവിനോട് കൂടെയുള്ളവരെന്ന് പത്രോസിനെയും യോഹന്നാനെയും കണ്ടവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കഷ്ടതയ്ക്കകത്ത്, ഈ വേദനയ്ക്കകത്ത്, ഈ പ്രതികൂലത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരുവനുണ്ടെന്ന് അതേ ലോകം കാണത്തക്ക വിധത്തിൽ നിന്റെ
നിന്റെ കഷ്ടതയുടെ കൂടെ ഇരുന്ന് അതെ പരിചയായി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. പ്രതികൂലത്തിന്റെ നടുവിൽ വെളിച്ചമായി അതെ രക്ഷയായി അതെ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കളെ, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഉണ്ടെന്ന് ലോകം നിന്നിലൂടെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ കൃപ ലഭിച്ച കൂട്ടര ദൈവമക്കൾ ഇന്ന് രാത്രി ആമേൻ ആ കരമടിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അത് എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ഹല്ലേലൂയ നാം ചെയ്യുന്നതും നാം പ്രവർത്തിക്കുന്നതും നാം എല്ലാ ആമേൻ സമസ്ത മേഖലകളിൽ ആമേൻ രണ്ട് ആമേൻ പാർട്ട്. ഒന്ന് ആത്മീയവും ജഡീകവും. ഹല്ലേലൂയ. ആമേൻ. ജഡീകമായി ഈ ഭൂമിയിൽ ജനിക്കുന്ന മക്കൾ ആമേൻ അതെ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. നമ്മുടെ ഈ ലോകത്തിലുള്ള ആമേൻ തലമുറയ്ക്ക് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കത്തില്ല. ആമേൻ. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഇന്ന് രാത്രി ആമേൻ നന്മയ്ക്ക് വേണ്ടി നീ ഓടണ്ട. ഹല്ലേലൂയ. നല്ലൊരു അപ്പനുണ്ട്. ആ അപ്പനോട് ചോദിച്ചാൽ അപ്പൻ നിനക്ക് നന്മ നൽകുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ എന്ത് ചെയ്യുന്നില്ല? വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നത് ഇല്ല. ഇങ്ങനല്ലേ പലരും? ഹല്ലേലൂയ. നമ്മളിൽ അത് നന്മ ഇല്ലാത്തിടത്തോളം കാലം ഹല്ലേലൂയ അതെങ്ങനെ ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് നല്ലതല്ലാത്ത ചീത്തയായ കാര്യങ്ങളാ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആമേൻ ഹൃദയം നിറഞ്ഞു കവിയുന്നത് അത്രേ വായി സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും കേൾക്കുന്നവർക്ക് അരോചകമാകത്തക്ക വിധത്തിലുള്ള സംസാരം നിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് വരുന്നതിന്റെ കാരണം എന്താ? നിന്റെ അകം ദുഷ്ടത കൊണ്ട് നിറഞ്ഞു കിടക്കുകയാ. നിന്റെ ഹൃദയത്തിനകത്ത് ആമേൻ ആവശ്യമില്ലാത്തത് നിറച്ചു വെച്ചിരിക്കുകയാ. ഇന്ന് രാത്രി അതിനെ പുറത്തു കളഞ്ഞ് ഉയരത്തിലെ ചിന്തകളാ വചനത്താൽ നിന്റെ ഹൃദയം നിറയപ്പെടുമെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും നിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് വരുന്നത് അതേ നന്മയായിരിക്കും. അനേകർക്ക് ആശ്വാസം, അനേകർക്ക് വിടുതൽ. എന്തിന്? നിന്റെ ജനിപ്പിക്കുവാൻ കാരണമായ നിന്റെ അപ്പനോടും അമ്മയോടും നിന്റെ സംസാരം അതേ നന്മയായിട്ടുള്ളതായിരിക്കും. ഹല്ലേലൂയ. അത് നിന്റെ പ്രവൃത്തി നന്മയായിരിക്കും. ഇന്ന് പല മാതാപിതാക്കളോടും തലമുറകൾ അതേ പ്രവർത്തിക്കുന്നത് തിന്മയായിട്ട്. ആമേൻ. പ്രായാധിക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളോട് ക്രൂരമായി പെരുമാറുന്ന തലമുറകളുണ്ട്. ആമേൻ. അതെ 60 കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ആമേൻ. 70 കഴിഞ്ഞാൽ എവിടെയും വേണ്ട. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ആമേൻ ഗവൺമെന്റ് അതെ നിയമം വെച്ചിരിക്കുന്നത് 60 വയസ്സ് വരെ എന്ത് ചെയ്യാം? ഗവൺമെന്റിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ 60 വയസ്സ് വരെ ആമേൻ ഗവൺമെന്റിന് ആവശ്യമുണ്ട്. 60 കഴിഞ്ഞാൽ ആമേൻ ഗവൺമെന്റ് തള്ളും. പിന്നെ 70 കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ഹല്ലേലൂയ. എന്താ കാര്യം? ആമേൻ അടുത്ത 10 കൊല്ലം ആമേൻ പെൻഷനൊക്കെ മേടിച്ച് സർവീസിൽ ഇരിക്കുന്നവരുടെ പെൻഷൻ ആമേൻ കൈപ്പറ്റാൻ ചിലർ തയ്യാറാകും മക്കള്. പക്ഷെ 70 കഴിയുമ്പോ പിന്നെ അവരെ നോക്കണ്ടേ, അതുകൊണ്ട് ആർക്കും വേണ്ട. ഇങ്ങനെയാ ലോകം. എന്നാൽ ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കുമെന്ന്. ഹല്ലേലൂയ. വാർദ്ധക്യയിൽ നരമുള്ള കാലത്തും ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവിന്റെ മകനീയ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ ആമേൻ ഈ ശരീരത്തിൽ നന്മ എന്ത് ചെയ്യുന്നില്ല? വസിക്കുന്നില്ല എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ആമേൻ. ഇങ്ങനെയുള്ള അനേകര് നമുക്ക് ചുറ്റുപാടുമുണ്ട്. വാക്കുകൊണ്ട് പറയാറില്ലേ, ഞാനിനി അങ്ങനെ പറയത്തില്ല, ഞാനിനി അങ്ങനെ ചെയ്യത്തില്ല. ആമേൻ. പല ഭാര്യമാരും ഭർത്താക്കന്മാരോട് അങ്ങനെ പറയാറുണ്ട്. പല ഭർത്താക്കന്മാരും അത് ഭാര്യമാരോട് പറയാറുണ്ട്, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ, ഇനി ഞാൻ അങ്ങനെ പോകത്തില്ല കേട്ടോ, ഇനി ഞാൻ അങ്ങനെ പ്രവർത്തിക്കത്തില്ല കേട്ടോ. ചില മക്കളും അങ്ങനെയാണ്. ആമേൻ. കുരുത്തക്കിടക്ക് കാണിച്ചിട്ട് മക്കളെ ചോദ്യം ചെയ്യും, പറയും, ഇല്ല പപ്പ ഇനി ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യത്തില്ല.
പിന്നെ അങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. കാരണം എന്താ? അവരുടെ ജഡത്തിൽ ആമേൻ എന്ത് ചെയ്യുന്നില്ല? നന്മ വസിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നത് ഇല്ല. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ നന്മ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഹല്ലേലൂയ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ആത്മീയനായി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അപ്പോ ഈ ഭൂമിയിലായിരിക്കുന്ന ജഡമയനായ മനുഷ്യനെ ആത്മീയനാക്കുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച മനുഷ്യനാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. അവൻ ജഡപ്രകാരമല്ല ഇവിടെ ജനിച്ചത്, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ വിധത്താലുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ സ്ഥാപിച്ച ദൈവസഭയുടെ അംഗമായിരിക്കുന്നവര് വിശേഷാൽ ഇന്ന് എവിടെയും അവിടെയും എപ്പോഴും എക്കാലത്തും രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആമേൻ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് ജീവിക്കുവാൻ ആത്മാവിന് എഴുതപ്പെട്ട സത്യവേദ പുസ്തകത്തിലെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ആത്മാവിനെ അനുസരിച്ച് നടപ്പി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആരെ അനുസരിച്ച് നടക്കണം? ആത്മാവിനെ അനുസരിച്ച്. എന്നാൽ പൂർവീകന്മാര് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ 1-ാം സങ്കീർത്തനം എഴുതിയ ആമേൻ രചിതാവ് ഭക്തൻ ഹല്ലേലൂയ എഴുതി, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്നേ. ഹല്ലേലൂയ. പാപികളുടെ വഴി നിൽക്കരുതെന്നേ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്നേ. ഇത് വായിച്ച് മറന്ന് ആമേൻ പോകുന്നതല്ലാതെ അത് വായിച്ച് ഗ്രഹിച്ച് ജീവിക്കുന്നവരെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ മത്സരിക്കാൻ വേണ്ടി, ട്രോഫി വാങ്ങാൻ വേണ്ടി ചിലരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഷെൽഫിനകത്ത് മനോഹരമായ ട്രോഫികൾ വെച്ചിട്ടുണ്ട്. എന്തിന് കിട്ടിയതാന്ന് ചോദിച്ചാൽ പറയും, അത് ഞങ്ങളുടെ ചർച്ചില് മത്സരിച്ച് വാങ്ങിയതാ. കുഞ്ഞെ, ഇത് മത്സരിച്ച് വാങ്ങാനുള്ളതല്ല, ഇത് ജീവിക്കുവാൻ വേണ്ടി, നിത്യതയിൽ നിന്നെ എത്തിക്കാൻ വേണ്ടി, നീ അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ആമേൻ. മത്സര ആഭിചാര ദോഷം പോലെയാ. ആമേൻ. നിന്നെക്കാട്ടിലും കഴിവ് കുറഞ്ഞ വ്യക്തിയോട് നീ മത്സരിച്ച് വാങ്ങിച്ചു വെച്ച ട്രോഫി ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. ഇവിടെ നിനക്ക് കൈയടി കിട്ടുക. ആമേൻ. എത്രയോ ട്രോഫി മേടിച്ച, എത്രയോ മത്സരിച്ച മിസ് ഇന്ത്യ എന്ന് പറഞ്ഞ എത്രയോ പേര് പുഴുവരിച്ച് ഇന്ന് മണ്ണിൽ കിടക്കുകയാ. ഇന്ന് രാത്രി മത്സരിച്ച് നീ ട്രോഫി മേടിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാ. പക്ഷേ ഇത് മത്സരിച്ച് കൈയടി മേടിക്കാനുള്ളതല്ല, ഇത് മത്സരിച്ച് ട്രോഫി മേടിക്കാനുള്ളതല്ല, ഇത് മത്സരിച്ച് അതേ ക്യാഷ് അവാർഡ് മേടിക്കാനുള്ളതല്ല. ഇത് വായിച്ച് ഗ്രഹിച്ച് നീ നിത്യതയിൽ എത്തുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അതത് സമയത്ത് തന്റെ ജനത്തിന്റെ ഇടയിലെ ക്രമക്കേട് കണ്ട്, ദുഷ്ടത വിട്ട്, പാപം വിട്ട്, പരിഹാസം വിട്ട് നേരോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിൽ അഭിഷക്തന്മാരെ കൊണ്ട് എഴുതിയ സത്യവചനം അത് നിനക്ക് പ്രസംഗിച്ച് കാശുണ്ടാക്കാനല്ല, നിനക്ക് പ്രസംഗിച്ച് പേരും പെരുമയും ഉണ്ടാക്കാനല്ല, നിന്റേതെന്ന് പറഞ്ഞ സൗദങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാനല്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കും, ആമേൻ, ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ഹല്ലേലൂയ ദൈവസഭയുടെ നാഥൻ ഈ ഉലകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം ആമേൻ എഴുന്നേൽപ്പിച്ച അഭിഷക്തന്മാരിലൂടെ തന്റെ ജനത്തെ നേരായി നടത്തുവാൻ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കുഞ്ഞെ, നീ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. മാതാവേ, പിതാവേ, നീ ദുഷ്ടന്റെ കൂടെ സമയം ചെലവഴിക്കരുത്. ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, ആമേൻ, അപ്പൻ അറിയാതെ, അമ്മ അറിയാതെ, സഹോദരങ്ങൾ അറിയാതെ, ആമേൻ, ഗുരുക്കന്മാർ അറിയാതെ, ആമേൻ, അതെ അതെ നേതാക്കന്മാർ അറിയാതെ ക്രയ വിക്രയ നടത്തുന്നത് ആരാ? ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നേതാക്കന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോ ഇവിടുത്തെ കയ്യടി വാങ്ങിച്ച് നേതാക്കന്മാരായവരുടെ കാര്യമല്ല പറഞ്ഞത്. സഭാപിതാക്കന്മാർ വില കൊടുത്ത് സത്യത്തിന് വേണ്ടി, ആമേൻ, അതെ അതെ രക്തസാക്ഷികളായ ആമേൻ അഭിഷക്തന്മാർ, അതെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ നാം നടക്കേണ്ടത് ആത്മാവിനെ അനുസരിച്ചായിരിക്കണം. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടപ്പി. കുഞ്ഞെ,
നീ ഇന്നലെ കണ്ട നിന്റെ കൂട്ടുകാരനില്ലേ, അതെ, ആ ചാറ്റ് ചെയ്ത, ആമേൻ, ആ ചിരിച്ചു കാണിച്ച, അല്ല ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആമേൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തന്ന, അല്ല ആമേൻ, അതെ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, ആമേൻ, അതെ ഒന്ന് ആ വാഹനത്തിൽ നിന്നെ കൊണ്ടുപോയി ആമേൻ ഇറക്കി വിട്ട, ആമേൻ, അല്ല, നീ അനുസരിക്കേണ്ടത് ആത്മാവിനെയാണ്. ഏതാത്മാവിനെയാ? രണ്ടാത്മാവുണ്ട്, ആമേൻ, അല്ല, മൂന്നാത്മാവുണ്ട് കേട്ടോ. ഒന്ന് മനുഷ്യാത്മാവുണ്ട്, ദൈവാത്മാവുണ്ട്, ആമേൻ, ദുഷ്ടാത്മാവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധ ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആമേൻ. നീ പിശാചിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ അതേ പ്രഭുവായ സാത്താന്റെ ഇഷ്ടം, ഹല്ലേലൂയ, അത് നീ ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന്. അതെങ്ങനെയാ? ഇതിലെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോ സ്പ്രിങ്, മറ്റേ ഇപ്പത്തെ മോഡൽ ബൈക്കില്ലേ, ഈ ചില ബൈക്ക് ഇങ്ങനെ പോകുമ്പോ കണ്ടിട്ടില്ലേ, ആക്ഷൻസ്, ആമേൻ എന്ന് പറഞ്ഞതുപോലെ ചിലരിങ്ങനെ നടന്നു പോകുമ്പോ ഇങ്ങനെ സ്പ്രിങ് പോലെ വലിച്ചിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കുലുക്കുമ്പോ എന്ത് ചെയ്യണം? കുലുങ്ങണമെന്നേ, ഇങ്ങനെ ആടണമെന്നേ. ആമേൻ. അതുപോലെ പിന്നെ അവിടെ മരിച്ച് ഇവിടെയും കീറി അവിടെയും കീറി, ആമേൻ, അതെ, നീ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആമേൻ. ജഡ അഭിലാഷം ആത്മാവിനും, അഭിലാഷം അത് ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നിന്നിൽ തന്നെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലെന്ന്. ആമേൻ. നിന്റെ വീട്ടിനകത്ത് അടിയായിരിക്കും. ആരാ അടിക്കുന്നത്? ആമേൻ. ജഡം പറയും, അതെ എഴുന്നേക്ക്, ആമേൻ, TV കാണ്. ജഡം പറയും, ഓ ആമേൻ, അതെ കൂട്ടുകാരൻ വിളിക്കുന്ന, ആമേൻ, നിനക്ക് ഉറങ്ങാനും പറ്റത്തില്ല, നിനക്ക് കഴിക്കാനും പറ്റത്തില്ല, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. നിനക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയണമെങ്കിൽ നിന്റെ ജഡത്തെ നീ ക്രൂശിക്കണം. അതിന്റെ രാഗമോഹങ്ങളെ നീ ഇല്ലാതാക്കണം. ഇന്ന് രാത്രി, ആമേൻ, നീ ഒരു ആത്മീയനായി എഴുന്നേൽക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ ചിന്തകളാൽ നിന്റെ ഹൃദയം നിറയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ ഈ ലൈവിലൂടെ വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി ഹൃദയമുള്ളവൻ ഗ്രഹിക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, സന്തോഷമുള്ളവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഇത് അനാടിപ്പോയ കേൾക്കാൻ പറ്റത്തില്ല. ആമേൻ. ഇത് TV ചാനലുകൾ മാറി ആമേൻ കേൾക്കാൻ കേട്ടോ. ആമേൻ. TVക്കകത്ത് ഇപ്പോ ഇഷ്ടം പോലെ ദൈവവചന പ്രഭാഷണമുണ്ട്. പക്ഷെ ഈ മെസ്സേജ് കേൾക്കണമെങ്കിൽ ആമേൻ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ വരണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. അഭിലാഷം, ആമേൻ, ആത്മാഭിലാഷം, ആമേൻ, ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പൊ നമ്മളിൽ രണ്ട് സ്വഭാവം, ഒന്ന് ജഡ സ്വഭാവം, മറ്റൊന്ന് ആത്മ സ്വഭാവം. ആമേൻ. ആത്മാവും ജഡവും തമ്മിൽ എന്ത് ചെയ്യുക? യുദ്ധമാ, ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര പോരാട്ടമാ. അതുകൊണ്ട് ഒരു നല്ല പ്രവാചകനെ കണ്ട് ഒന്ന് തല കൈവച്ച് പ്രാർത്ഥിച്ച് ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. അവരിൽ ഒരാളാണോ താങ്കൾ? ഇന്ന് രാത്രി ഏറ്റവും വലിയ പ്രവാചകൻ, ഏറ്റവും വലിയ പ്രവചനം അത് കർത്താവായ യേശു കർത്താവാ. ഇന്ന് രാത്രി വചന ജഡമായി അത് നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനുമായി പാർത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സത്യവേദ പുസ്തകം പറയുന്നു. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ജഡമായി അതേ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തിയുള്ളതാ, നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാ, നിന്നെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ ശക്തിയുള്ളതാ. സന്തോഷമുള്ളവർ ഹല്ലേലൂയ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതെ, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. തെറ്റിപ്പോകാത്ത ആരുമില്ല. ആമേൻ. എല്ലാവരും തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരുത്തൻ വാക്കി തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തിയായി സൽഗണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. ആമേൻ. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതായി. ഹല്ലേലൂയ. ഈ പറയുന്ന ഞാനും
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഹല്ലേലൂയ, ഈ ജഡത്തിൽ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ജഡത്തെ അനുദിനം ആമേൻ ക്രൂശിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ, ഹല്ലേലൂയ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. യേശു കർത്താവിനോട് തന്റെ ശിഷ്യന്മാര്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാര് ആവശ്യപ്പെട്ടപ്പോൾ യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. ഹല്ലേലൂയ. സ്നേഹിത, നിന്റെ കൂടപ്പറപ്പിനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ കൂടെ പിറന്നവനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ കൂടെ പിറന്നവന്റെ കൂടെ കൂടിയ ആമേൻ ജീവിത പങ്കാളിയോട്, അവർക്കുണ്ടായ മക്കളോട്, ആമേൻ അവരുടേതായ ആമേൻ സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ടവരോട്, ഹല്ലേലൂയ, ചത്താലും എനിക്ക് പറ്റത്തില്ലെന്നേ. കാരണം അവർ അസ്ത്രീക്കാരാണെന്നേ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ആമേൻ ഞങ്ങളും ക്ഷമിക്കുന്നു. ഇന്ന് രാത്രി ഹൃദയം ശുദ്ധമാകണമോ? നീ ഭാഗ്യവാനായി മാറണോ? നിനക്ക് ദൈവത്തെ കാണണോ? അതിന് നീ ക്ഷമിച്ചേ പറ്റും. ഹല്ലേലൂയ. ആമേൻ. 70 വട്ടം ക്ഷമിക്കുവാൻ പഠിപ്പിച്ച കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ആമേൻ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് എന്ത് ചെയ്തു? ഹല്ലേലൂയ. പറയല്ല, ക്ഷമിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശുദ്ധി എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് വെടിപ്പ് എന്ന അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കൂടാതെ മായം ചേർക്കാത്തത് എന്ന് വെച്ചാൽ കലർപ്പ് ഇല്ലാത്തത് എന്ന് അർത്ഥമാക്കാം. ഹല്ലേലൂയ. ശുദ്ധമായ പാൽ എന്നാൽ അത് വെള്ളമോ മറ്റെന്തെങ്കിലുമോ ചേർക്കാത്തതാണ് ശുദ്ധമായ പാൽ. ഹല്ലേലൂയ. ആമേൻ. പതിർ മാറ്റിയ, പതിർ നീക്കിയ ആമേൻ ധാന്യമാണ് ശുദ്ധമായ. നമ്മള് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് അല്ലെ മണി കിട്ടാറുണ്ട്, ഗോതമ്പ് ആമേൻ കിട്ടാറുണ്ട്. ഹല്ലേലൂയ. എന്റെ ഭാര്യ ഗോതമ്പ് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കാറുണ്ട്. കാരണം അതിനകത്ത് കുറെ പതിരും കതിരും, അതിനകത്ത് കുറെ കട്ടകളും മണ്ണുകളും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇത് അങ്ങനെ കൊണ്ടുവന്ന് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് ആഹാരം ഉണ്ടാക്കി കഴിച്ച ഇല്ലാത്ത രോഗമൊക്കെ വരും. ആമേൻ. അപ്പോ അതിനെ വേർതിരിച്ച് അതിന്റെ കീടം നീക്കി അതിനെ ശുദ്ധീകരിക്കാൻ സമയമെടുത്ത് ആമേൻ അതൊന്നും പറ്റാത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വലിയ പ്രശ്നം ഉണ്ടാകും, നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്. ഹല്ലേലൂയ. ഇവിടെ ശുദ്ധി എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്ന് ആഴമായി ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിൽ വെള്ളമോ മറ്റെന്തെങ്കിലോ ചേർക്കാത്തതാണ് ഒരു പാല്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ പതിർ നീക്കിയ ധാന്യമാണ് ശുദ്ധമായ ധാന്യം. ഹല്ലേലൂയ. അശുദ്ധി, അപരാധം എന്നിവ ഇല്ലാത്തത് എന്ന് ശുദ്ധി കൊണ്ട് അർത്ഥമാക്കാം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശുദ്ധിയുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ ആന്തരിക അവസ്ഥ ആമേൻ കുറ്റമില്ലാത്ത, നിർവാജ്യമായ, നേരുള്ള, ആമേൻ കപടമില്ലാത്ത, ആമേൻ അതിന്റെ ലക്ഷ്യങ്ങളിലും ആന്തരിക ഉദ്ദേശത്തിലും സമർപ്പണത്തിലും വഞ്ചനയുടെ കലർപ്പില്ലാത്തതും ആമേൻ അന്ധകാരമില്ലാത്തതുമായ ഒന്നാണ് എന്ത്? ഹല്ലേലൂയ. വിശുദ്ധി അല്ലെങ്കിൽ ശുദ്ധി എന്ന് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നമുക്കറിയാം ഹോരേബിൽ ആമേൻ മോശ ഇഷ്ടപ്പെട്ടപ്പോൾ മോശ ആമേൻ കണ്ണുകൊണ്ട് കാണുകയാ ഒരു കാഴ്ച, ലോകത്തിൽ ആരും കാണാത്തൊരു കാഴ്ച, അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. വെന്തുപോകാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുൾപ്പടർപ്പ്. ആ കത്തുന്ന കാഴ്ച എന്തെന്ന് കാണുവാനായിട്ട് അവൻ അതിനോട് അടുത്തപ്പോ അവൻ അന്ന് വരെ കേൾക്കാത്ത ഒരു ദൈവശബ്ദം കേൾക്കുകയാ. മോശേ മോശേ
ആമേൻ മോശയെ വിളിക്കുന്ന ശബ്ദം പലരിൽ നിന്ന് അവൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ശബ്ദമല്ല ഇന്ന് വരെ കേൾക്കാത്തൊരു ശബ്ദം ആമേൻ അവനായിരിക്കുന്നിടത്ത് കേൾക്കുകയാ. ഇന്ന് രാത്രി അനവധി കടമ്പകൾ കഴിഞ്ഞ്, അനവധി കഷ്ടങ്ങൾ കഴിഞ്ഞ്, വേദനകൾ കഴിഞ്ഞ്, അനവധി ഞെരുക്കങ്ങൾ കഴിഞ്ഞ് ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ ഇമ്പമേറിയ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നെങ്കിൽ അവന്റെ ശബ്ദത്തിന് മാധുര്യമുണ്ട്. തേനിനെക്കാട്ടിലും തെൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന, നിന്റെ തലമുറയെ വിടുവിക്കുന്ന, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതേ മോശേ ഹല്ലേലൂയ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക. ഹല്ലേലൂയ. കാരണം ദൈവം വിശുദ്ധനാണ്. അവൻ അശുദ്ധിയിൽ വസിക്കുന്ന ദൈവമല്ല, അവൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറഞ്ഞു, അവൻ വിശുദ്ധനാകയാൽ നിങ്ങളും ശുദ്ധരായിരിക്കും. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമത്രേ. ഹല്ലേലൂയ. ഏതിലൊക്കെ നമ്മൾ ശുദ്ധരാകണം? ഹല്ലേലൂയ. ആമേൻ. അശുദ്ധമാക്കാൻ എളുപ്പമാ, എന്നാൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നാം വളരെ വില കൊടുക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ ശുദ്ധിയുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്തായിരിക്കണം? ഒരു വ്യക്തിയുടെ ആന്തരിക അവസ്ഥയെ കുറിച്ച് പറയുന്നത് കുറ്റമില്ലാത്ത, നിർവാജ്യമായ, നേരുള്ള, കപടമില്ലാത്ത, അതിന്റെ ഇത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയാത്തത് കൊണ്ട് അവനെ ശുദ്ധീകരിപ്പാൻ, അവനെ നിർമ്മല മനസ്സാക്ഷി കുടമയാക്കി മാറ്റുവാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ്. ഹല്ലേലൂയ. അവന്റെ ഒന്നാമത്തെ വരവ് ആമേൻ പാലസ്തീനായി കന്യാമറിയത്തിന്റെ ഉദരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ട് ഇന്നേക്ക് 2021 വർഷം പിന്നിട്ടു. ഹല്ലേലൂയ. 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച യേശു കർത്താവ് ഒരു മതം സ്ഥാപിക്കുവാനല്ല വന്നത്. ഹല്ലേലൂയ. ഒരു സംഘടന ഇവിടെ ഉണ്ടാക്കുവാനല്ല വന്നത്. പാപം ചെയ്ത് ദൈവത്തിൽ അന്യപ്പെട്ടു പോയ മനുഷ്യനെ അത് ദൈവത്തോട് അടുപ്പിക്കുവാനാണ്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയിലേക്ക് കൈപിടിച്ചുയർത്തുവാനാണ്. വാത്സല്യ സഹോദരങ്ങളെ, കൂടപ്പിറപ്പേ, സ്നേഹിതരെ, അതെ സന്തോഷമില്ല, സമാധാനമില്ല, പണമുണ്ട്, ആമേൻ, പ്രതാപമുണ്ട്, സൗന്ദര്യമുണ്ട്, പക്ഷെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇന്ന് രാത്രി ലോകത്തിൽ നൽകുവാൻ കഴിയാത്ത സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരുവന് പിതാവായ ദൈവം വെളിപ്പെടുത്തി. രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോടും ശീലാസിനോടും ആമേൻ കാരാഗ്രഹ പ്രമാണി ചോദിച്ചപ്പോൾ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തു, ഏകജാതനെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഏകജാതനായ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. ഈ പിതാവായ ദൈവത്തെ ആമേൻ വെളിപ്പെടുത്തുവാൻ വന്ന ക്രിസ്തുവിനെ കുറിച്ച് ലോക ജനത എന്തു പറയുന്നുവെന്ന് ചോദിച്ചപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയ. ഇത് കേട്ട യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് നിന്റെ അപ്പൂപ്പനല്ല, നിന്റെ തലതൊട്ടപ്പനല്ല, നിന്റെ അധ്യാപകനല്ല, പിന്നെ നിനക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ഹല്ലേലൂയ. ഒരു മനുഷ്യനിൽ നിന്ന് പഠിച്ചിട്ടല്ല, ഒരു മനുഷ്യനിൽ നിന്ന് കേട്ടിട്ടല്ല ഈ വെളിപ്പാട് പത്രോസ് പ്രാപിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരോ ആമേൻ പ്രാപിച്ച വെളിപ്പാടല്ല, ആരോ പ്രാപിച്ച ആമേൻ കാഴ്ചപ്പാടല്ല, ആരോ കണ്ട ദർശനമല്ല. ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹയെ ആമേൻ മുൻപോട്ട് നയിച്ചത് അവൻ പിതാവിൽ നിന്നും പ്രാപിച്ച വെളിപ്പാടാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയോട് ചോദിച്ചാൽ പറയും, ആമേൻ ഞാൻ ആമേൻ പത്രോസിൽ നിന്ന് പ്രാപിച്ചില്ല, ആമേൻ ഞാൻ യോഹന്നാനിൽ നിന്ന് പ്രാപിച്ചില്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതത്രേ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാണ് വചനം എഴുതിയത്. ആ
വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്തതാണ്. ആ വചനത്തിന്റെ ആഴങ്ങൾ, മർമ്മങ്ങൾ ആമേൻ വിശ്വസിക്കുന്നവർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്ന് അത് പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഭാവികളെ കൈകളെ വെടിപ്പാക്കുവിൻ. ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ആമേൻ ചില വിഷയത്തിന്റെ മുമ്പിൽ പതറി നിൽക്കുന്നവരുണ്ട്. ഇത് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകിത്തരാമെന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ പാപം, അത് പാപ പ്രവർത്തികൾ, ജഡ സ്വഭാവം നിന്റെ ജീവിതത്തിൽ ശേഷിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം കഴിയാതെ കണ്ട് നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ആ പാപത്തിന്റെ സകല പാണ്ഡക്കെട്ടുകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് അപ്പാ ഞാനൊരു പാപിയാണ്, പാപിയായി എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ഈ ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയച്ചതെന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. കൈകളെ വെടിപ്പാക്കുവിൻ, ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. അപ്പം ജഡ സ്വഭാവവും ആത്മസ്വഭാവവും ഒരുമിച്ച് അത് രണ്ടും ആമേൻ എതിരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിലും അവന്റെ നീതിയിലും പൂർണ്ണമായി അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. 86 സങ്കീർത്തനം അതിന്റെ 11 വാക്യത്തിൽ ഭക്തൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. ഹല്ലേലൂയ. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. പലപ്പോഴും ഹൃദയം ഏകാഗ്രതമാകാതെ ചഞ്ചല ഹൃദയമായി ഇരുമനസ്സുള്ളവരാ സ്ഥിരന്മാരാ, അവരൊന്നും പ്രാപിക്കത്തില്ല കേട്ടോ. ആമേൻ. അതുകൊണ്ട് സ്ഥിരതയുള്ളവരായി ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ അതെ നമ്മുടെ ഹൃദയത്തെ ആമേൻ വശീകരിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദുഷ്ട പിശാച് പലരെയും കയ്യിലെടുത്ത് അതേ സുഹൃത്തുക്കളായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. പക്ഷേ നീ പ്രാർത്ഥിച്ച് വിവേചിച്ച്, നമുക്കറിയാം ശിംശോന്റെ ശക്തി ചോർന്നു പോയത് ദലീലയുടെ മടിയിൽ തല വെച്ച് കിടന്നപ്പോ ആമേൻ അതെ ചോദിച്ചു രഹസ്യം എന്താ. ആമേൻ പലയാവർത്തി ചോദിച്ചു. ഒടുവിൽ രഹസ്യം പറഞ്ഞു കൊടുത്തു. അവന്റെ ശക്തി ക്ഷയിച്ചു പോയി. ദുഷ്ട പിശാച് പലപ്പോഴായി നിന്റെ അരികിൽ വന്ന് നീ പ്രാപിച്ച അഭിഷേകം, നീ പ്രാപിച്ച ശക്തി, നീ പ്രാപിച്ച ദൈവിക ദർശനം അത് നിന്നിൽ ഇല്ലാതാക്കി ആമേൻ നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ട് അടുത്തു വരുമ്പോ ആമേൻ പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ഇന്ന് രാത്രി ദൈവത്തോട് അടുത്തു വരുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പൂജാരികൾക്ക് നീക്കം വന്നില്ല. ആമേൻ. എങ്കിലും ആസ്തിയുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയെങ്കിൽ ഏകാഗ്രതമായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടും വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പോരാട്ടമുണ്ട്. നീ യഥാർത്ഥ ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ ലോകം എനിക്ക് വേണ്ട, ഈ പാപ സ്വഭാവം എനിക്ക് വേണ്ട, എനിക്ക് ദൈവവുമായുള്ള ബന്ധം വേണം എന്ന് തീരുമാനിച്ച് നീ ജീവിക്കാൻ തയ്യാറായാൽ ദുഷ്ട പിശാച് നിനക്കെതിരെ പ്രബലപ്പെടും. പ്രതിയോഗിയായ പിശാച് നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയും. ആമേൻ. നിനക്ക് പോരാട്ടമുണ്ട്. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മ സേനകളോടുമാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യശുദ്ധി വരുത്തുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ അത് വെള്ളതേച്ച ശവക്കല്ലറകളെ, വെണ്ടി കിണ്ണങ്ങളുടെ പുറം ആമേൻ ശുദ്ധി വരുത്തുന്നവരെ എന്ന് കർത്താവ് ചോദിച്ചു അല്ലെ. ഇവിടെ ആമേൻ നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ എന്ത് ചെയ്യുന്നു, ആരെങ്കിലും പുറം എന്ത് ചെയ്യുന്നു, ആമേൻ അകം കാവ് പിടിച്ചിരിക്കുകയാ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യശുദ്ധി വരുത്തുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം എന്തില്ല, പ്രയോജനമില്ല. പേര് മാറിയത് കൊണ്ടോ മതം മാറിയത് കൊണ്ടോ ആമേൻ അതെ ആ കൂട്ടായ്മയിൽ നിന്ന് മാറി ഇപ്പുറത്ത് വന്നത് കൊണ്ടോ ഒന്നും എന്ത് ചെയ്യുന്നില്ല. സഭ മാറിയത് കൊണ്ടാകുന്നില്ല. ആമേൻ. വീട് മാറിയത് കൊണ്ടാകുന്നില്ല.
ദേശം മാറിയത് കൊണ്ടാകുന്നില്ല, രാജ്യം മാറിയത് കൊണ്ടാകുന്നില്ല, ജോലി മാറിയത് കൊണ്ടാകുന്നില്ല. ആമേൻ. അകമയുള്ള ഒരു ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തന്റെ ആമേൻ അതെ ദൈവത്തിന് തന്റെ ജനത്തോട് ഇടപെടുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹൃദയമാണ് ആമേൻ ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഹല്ലേലൂയ. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിക്കണമേ. ദൈവം ആമേൻ അന്തർഭാഗത്തിലെ സത്യമാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ എന്ത് ചെയ്യണം, പുതുക്കണം. ഇന്ന് രാത്രി എത്ര പേർ കർത്താവിനോട് ഏറ്റുപറയും, കർത്താവേ, അങ്ങനെ ഒരു ഹൃദയം എനിക്ക് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ സ്ഥിരമായി നിൽക്കുവാൻ, ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ കഴിയാതെ എന്നെ ഈ പാപാങ്കുലമാകുന്ന ലോകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദുഷ്ടപിശാചിന്റെ കരവലയത്തിനകത്തു നിന്ന് എന്നെ ഒന്ന് വിടുവിച്ച് എന്നെ ഒരു സ്ഥിരമായ ആത്മാവിന ഒന്ന് നിറയ്ക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ കർത്താവിനോട് യാചിക്കും. ഹല്ലേലൂയ. നിർമ്മലവും ഏകാഗ്രവുമായ ഒരു ഹൃദയമാണ് ആമേൻ ദൈവം നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. എല്ലാറ്റിനേക്കാളും അധികമായി ആ ഹൃദയത്തെ നാം കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പിതാവായ ദൈവം ആദാമിനെ ഹവ്വയും അത് തോട്ടത്തിലാക്കിയപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ വേല ചെയ്യണം, തോട്ടം സൂക്ഷിക്കണം. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഹല്ലേലൂയ നാം ഏറ്റെടുത്ത് അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ ആകുന്നത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷനും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചോളുക. ഹല്ലേലൂയ. അപ്പോ കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ നിന്നും എടുക്കപ്പെടുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോട് അതേ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ പിതാവായ ദൈവം തന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ അതേ അഭിഷക്തനിലൂടെ എഴുതിയ ദൂതിങ്ങനെയാ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷനും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇന്ന് ദൈവഭയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ദൈവഭയം എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ആമേൻ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ. അപ്പൊ ദൈവ ഭയം ഉണ്ടെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ഒരു കുടുംബത്തിലും ആമേൻ അതേ ഭർത്താക്കന്മാർക്ക് മേലെ ഒരു ഭാര്യമാരും ശബ്ദമുയർത്തുവാൻ ആമേൻ ഇടയാകത്തില്ല. ആമേൻ. ഇവിടെ ശബ്ദമല്ല, കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുന്നു. ഹല്ലേലൂയ. ആമേൻ. പീസ് പീസാക്കുന്നു. ആമേൻ. അതേ ചവിട്ടി ഒതുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ തിരിച്ച് ആമേൻ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ തയ്യാറാകാത്ത ഭാര്യമാരെ വെട്ടിക്കൊല്ലുന്നു, കത്തിക്കുന്നു, കെട്ടിത്തൂക്കുന്നു. ആമേൻ. പാമ്പിനെ വിട്ട് കൊല്ലിക്കുന്നു. നോക്കണമേ, എന്തെല്ലാം എന്തെല്ലാം ക്രമക്കേടുകളാണ് നമ്മളായിരിക്കുന്ന ചുറ്റുപാട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രഭാതവും ഉണരുമ്പോൾ ആമേൻ അത് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത നിലയിലുള്ള ആമേൻ തകർച്ചകൾ, നാശങ്ങൾ, അനർത്ഥങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും അതേ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ കുടുംബ സഹോദര, സഹോദരി, കൂടപ്പിറപ്പേ, മാതാവേ, ഉറങ്ങാൻ ഭയമായി ഇന്ന് പലർക്കും. കാരണം ഉറക്കത്തിൽ എന്നെ ആരെങ്കിലും തട്ടിക്കളയുമോ എന്ന് പേടിച്ചിട്ട് ഉറങ്ങാത്തവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അനേകരുടെ ഉറക്കം കെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഹല്ലേലൂയ അതേ പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിനകത്ത് കിടന്ന് ഉറങ്ങിയതുപോലെ, അതേ ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങിയതുപോലെ ഒരു ഭക്തൻ അതേ സുഖമായി ഉറങ്ങത്തക്ക വിധത്തിൽ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കൂടെ ഇരുന്ന് സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. യേശുവിന്റെ സന്ദേശങ്ങളെല്ലാം ഹൃദയശുദ്ധി ഉള്ളതായി, ഏകാഗ്രതമായ ഹൃദയം, ദൈവികമായ ദർശനം, ആമേൻ, ഇതെല്ലാം അടങ്ങിയ സന്ദേശങ്ങളായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വെളിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഹൃദയാന വിഷയങ്ങളെല്ലാം ആമേൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. എന്താണ്? മാനസാന്തരം. ഹല്ലേലൂയ. യേശുവിനുള്ള വിശ്വാസം, ആമേൻ,
ആമേൻ എന്നിവയുടെ കൂടെ ഹൃദയശുദ്ധിയും ഉള്ളതാകുന്ന വിഷയങ്ങളായിരുന്നു കർത്താവായ യേശു ക്രിസ്തു തന്റെ അധരത്തിലൂടെ വെളിയിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, ഹൃദയങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിശുദ്ധ ജീവിതത്തിന് ആമേൻ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കറുത്തതെന്നോ വെളുത്തതെന്നോ ചുമന്നതെന്നോ പണമുള്ളവനെന്നോ പണമില്ലാത്തവനോ ഒന്നും ഇവിടെ വ്യത്യാസമില്ല. എല്ലാവരും ഒരേ അപ്പന്റെ മക്കൾ എന്നതുപോലെ ഒരേ വിശ്വാസം, ഒരേ സ്നാനം, ഒരേ കർത്താവ്. ആമേൻ. അതെ, ഇവിടെ ആമേൻ ഒരു അപ്പന്റെ മക്കളെ പോലെ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. എന്നാൽ അങ്ങനെ പറയുന്നതിനകത്തും പൂർണ്ണമായി ചാകാത്തവരുണ്ട്, ശുദ്ധീകരണം പ്രാപിക്കാത്തവരുണ്ട്. ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ഇവിടെ എ എന്നും ബി എന്നും തിരിച്ച്, സ്റ്റേറ്റ് എന്നും ഡിവിഷൻ എന്നും തിരിച്ച് അങ്ങനെ ദൈവമക്കളുടെ ഇടയിൽ പോലും പക്ഷം പിടിച്ചിരിക്കുന്നവരുടെ നടുവിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പാപികൾക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്ന യേശു ക്രിസ്തു അതിനാൽ അവരുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുകയും അകമയുള്ള മനുഷ്യനെ നിർമ്മലീകരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പുറമേയുള്ള പരിച്ഛേദനയല്ല ഹല്ലേലൂയ പരിച്ഛേദന, അകമയുള്ള പരിച്ഛേദന അത്രേ പരിച്ഛേദന. ആമേൻ. നീ രക്ഷിക്കപ്പെട്ടതാണോ, നീ സ്നാനപ്പെട്ടതാണോ, നീ ചത്തതാണോ, നിന്റെ ജഡം, നിന്റെ പാരമ്പര്യം അതെ നീ ഉപേക്ഷിച്ചതാണോ, നീ പുതിയ സൃഷ്ടിയാണോ ആണെങ്കിൽ ഹല്ലേലൂയ ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ആമേൻ. അപ്പൊ ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ അത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. നാം ദുർമനസാക്ഷി നിന്ന് മാറും, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും രോഗം മാറാനും കടം മാറാനും ഇവിടെ വെട്ടിപ്പിടിക്കാനും ഇവിടെ മക്കളെ പഠിപ്പിക്കാനും ഒക്കെയുള്ള ചിന്താഗതിയോടുകൂടെ ദേവാലയത്തിലേക്ക് എന്ന് പറഞ്ഞു വ്യാജേന നുഴഞ്ഞു കയറുന്ന ആമേൻ വ്യാജ കൗല ഇടയന്മാരെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും വിശ്വാസികളെ കൊണ്ടും ആമേൻ സഭകൾ നിറച്ച് ആമേൻ വലിയ സംഭവമാണെന്ന് അനേകരെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ ഇവിടുന്ന് എടുക്കപ്പെടുന്നവര് ചുരുക്കമാ. ഹല്ലേലൂയ. ആമേൻ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഇവിടെ എല്ലാം മെഗാ ചർച്ചുകൾ, മെഗാ ക്രൂസൈഡുകൾ, മെഗാ ചർച്ചുകൾ. ആമേൻ. ആളുകളുണ്ടോ? ഹല്ലേലൂയ. എങ്ങനെ ഉള്ളവരാണെന്നൊന്നും വിഷയമല്ല, ആളുകളുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുവാനും അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കാനും ഹല്ലേലൂയ അങ്ങനെയുള്ളവരെ കാണാനും ലോകം ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ബർബാസിനെ വിട്ടുതരിക, നീതിമാനായ യേശുവിനെ എന്ത് ചെയ്യുക? ക്രൂശിക്കുക. നീതി പ്രസംഗിയായ ആമേൻ അതെ നോഗയെ ഉൾക്കൊള്ളാൻ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല, തന്റെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. ആമേൻ. അവനെ ഉൾക്കൊള്ളാത്തവരെല്ലാം ഹല്ലേലൂയ അതെ അയ്യം വിളിച്ചു നോക്കി, രക്ഷപ്പെട്ടില്ലെന്ന് തകർന്നു പോയെന്ന് സകല അഹങ്കാരികളെയും സകല ദുഷ്പ്രവർത്തിക്കാരെയും വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അതെ കത്തിക്കുന്ന ഒരു ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുകയാ. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുകയാ. അതിനുശേഷം വിശ്വാസികൾ വെളിപ്പെടുത്തി നടക്കുകയും തെറ്റുന്ന ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നവയെല്ലാം പരിത്യജിക്കുകയും വേണം. ഹല്ലേലൂയ. എങ്ങനെ? ആമേൻ. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ആമേൻ അടുത്ത് ചെല്ലുന്ന വ്യക്തികൾ ഹല്ലേലൂയ വെളിച്ചത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. ഹല്ലേലൂയ. ആ തെറ്റ് എന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നവയെ
എല്ലാം പരിത്യജിക്കുകയും വേണം. ഹല്ലേലൂയ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാഗ്യകരമായ ഒരു ജീവിതത്തിനുടമയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. ഈ സത്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഭാഗ്യവാനാണെന്ന് സ്വർഗ്ഗം പറയുക. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നിന്നെ നോക്കി ഭാഗ്യം കെട്ടവൾ, ഭാഗ്യം കെട്ടവൾ, ഭാഗ്യം കെട്ടവൾ എന്ന് ആരും പറഞ്ഞോട്ടെ, ലോകത്തിൽ ഏത് വ്യക്തിയും പറഞ്ഞോട്ടെ, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി കാൽവരി രക്തം ചിന്തി നിന്നെ വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം സമർപ്പിച്ച നീ ഒരു ദൈവ പൈതല, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി സ്വർഗ്ഗം പറയുന്നു, നീയാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഒരു പക്ഷെ കാശ് കുറവായിരിക്കാം, ഒരു പക്ഷെ ഗ്ലാമർ കുറവായിരിക്കാം, ഒരു പക്ഷെ വാചാരതയിലായിരിക്കാം. അതെ, മുക്കുവൻ എന്ന് പറഞ്ഞ് ആമേൻ ഒഴിവാക്കാൻ നോക്കിയ ലോകം പറയുകയാണ് അവര് പഠിപ്പില്ലാത്തവരും, ആമേൻ അവര് സാമാന്യരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവർ യേശുവിന്റെ കൂടെയുള്ളവരാ. യേശുവാരാ? സകല നാമത്തിനു മേലായ നാമം നൽകി പിതാവായ ദൈവം ഉയർത്തിയ ദൈവപുത്രനായി ക്രിസ്തുവിന്റെ കൂടെയുള്ളവരാണ് അവർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ നോക്കി ലോകം പറയട്ടെ, അവർ യേശുവിന്റെ കൂടെയുള്ളവരാ, അവർ യേശുവിന്റെ കൂടെയുള്ളവരാ. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ലേബലിന്റെ പേരിന്റെ ആമേൻ ചേർത്ത് അല്ല പറയേണ്ടത്, അവർ യേശുവിന്റെ കൂടെയുള്ളവർ. ഇന്ന് രാത്രി ആമേൻ ക്രൂശിന്റെ ശത്രുക്കളായി അനേകർ മാറിക്കൊണ്ടിരിക്കുമ്പോ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാകുമ്പോ അത് വിശ്വസിക്കുന്നവർക്ക് ദൈവ ശക്തിയായി അത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തില. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് മടങ്ങി വരുമെന്ന് കാത്തിരിക്കുന്നവരാ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. ആമേൻ. ക്ഷീണിച്ചു പോകുന്നവരുണ്ട്, ഇടറി വീഴുന്നവരുണ്ട്. എന്നാൽ ഇടറി വീഴുന്നവരുടെ കൂട്ടത്തിലല്ല, ക്ഷീണിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ആമേൻ ചിറകടിച്ചുയരുന്നവരുടെ കൂട്ടത്തിൽ. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാ. ആമേൻ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ആരുമായിട്ട് കൂട്ടായ്മ? ദുഷ്ടനും പാപിയും പരിഹാസിയുമായിട്ടാണോ? അല്ലേ, അല്ല. പരിശുദ്ധാത്മാവാം ദൈവം, പിതാവാം ദൈവം, പുത്രനാം ദൈവം നിന്റെ വീട്ടിനകത്ത് നീ മുട്ടുമടക്ക. ത്രിയേക ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം നീ നിലനിർത്തുന്ന ഒരു ദൈവമൈതലാണെങ്കിൽ നീ കൽപ്പിക്കുന്നിടത്ത് ആമേൻ രോഗികൾ സൗഖ്യമാകും. നീ കൽപ്പിക്കുന്നിടത്ത് മലകൾ മാറിപ്പോകും. നീ കൽപ്പിക്കുന്നിടത്ത് സാത്താൻ തകരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അങ്ങനെയുള്ളവരാണ് ദൈവത്തെ കാണുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസികൾക്ക് ദൈവത്തെ അറിയുവാനുള്ള ആത്മീയ കാഴ്ചപ്പാട് ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാം വാക്യം, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാം വാക്യം, അതെ 17-ാം അധ്യായം 2:17-3 വായിക്കുമ്പോൾ, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പ്രിയമുള്ളവരെ, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഹല്ലേലൂയ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് പിതാവായ ദൈവം വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത സത്യ വേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ആമേൻ, സത്യ വേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ആമേൻ വചനങ്ങൾ വിശ്വസിക്കുന്ന
വിശ്വസിച്ച് ജീവിക്കുവാൻ, അതെ പ്രമാണിക്കുവാൻ, അതെ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന സത്യവചനങ്ങൾ പ്രമാണിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവ മക്കൾ കരമുയർത്തി ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ആമേൻ. നിന്നെ ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നും രക്ഷിക്കുവാൻ ശക്തരായ ഒരു ദൈവം ഇന്ന് രാത്രി അതേ കൂടെയുണ്ട്. അല്ലെങ്കിൽ തീച്ചുളക്കകത്ത് നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും, നദിക്കകത്ത് നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും, പെരുവെള്ളത്തിനകത്ത് നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും, സിംഹത്തിന്റെ കൂടിക്കകത്ത് നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതെ ആ സാരഫാത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അല്ല ആ ചൂരച്ചെടിയുടെ തണലിന്റെ കീഴിലിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും. അതെ ആ തിമിംഗലത്തിന്റെ അകത്ത് അനുഭവത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ കഴിയും. ആ കപ്പൽ ഛേദത്തിനകത്ത് നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ പത്മോസിന്റെ ഏകാന്തതയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഏത് മേഖലയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അതെ നിന്നെ രക്ഷിപ്പാൻ ശക്തനായവൻ മതിയായവൻ അത്രേ യേശു കർത്താവ്. ഹല്ലേലൂയ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ആമേൻ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ആമേൻ മുൻപോട്ട് അയക്കുകയാണ്. പത്രോസിനെ വിളിച്ച് അയക്കുകയാണ്. സ്നേഹിത, ഇന്ന് രാത്രിയിലും അനേകരുടെ വിടുതലിന് വേണ്ടി, അനേകരുടെ സൗഖ്യത്തിന് വേണ്ടി, അനേകരുടെ സമാധാനത്തിന് വേണ്ടി നിന്നെ വിളിച്ച് അയക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രി നിന്നോട് ഇടപെടുകയാണ്. ആമേൻ. നാളിതുവരെ ഒതുങ്ങി തീരുവാൻ ശത്രുവായവൻ ഒരുക്കിയ കെണിക്കകത്ത് അകപ്പെട്ട് തകർന്നു പോകുമെന്ന് ഭയപ്പെട്ടിരുന്ന നിന്നെ അതിനകത്ത് നിന്ന് കരുണാമയന്റെ കരം പിടിച്ചുയർത്തി നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കഷ്ടതയ്ക്കകത്ത് ആമേൻ ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില കുടുംബങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ, അതേ മോശയെ അതേ മിസ്രൈമില് ആ ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ അതേ പുറത്തേക്ക് നയിപ്പാൻ അയച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിലും പൈശാചിക ബന്ധനത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, സ്വസ്ഥതയില്ലാതെ ഉറക്കം കെട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ നിത്യതയ്ക്ക് വേണ്ടി അതേ വേർതിരിക്കുവാൻ, നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം മുൻ കണ്ടതുകൊണ്ടാ ഇന്ന് രാത്രിയിലും ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും അവൻ ഈ കണ്ണുനീരിന്റെ അനുഭവത്തിലും ഇന്ന് രാത്രി ഈ സന്ദേശം നിന്റെ കാതുകളിൽ കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നത്. സ്നേഹിത, നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. സഹോദരി, പോലെ നിന്ന ഏറ്റുവാങ്ങി നിന്ന സഹിച്ച് ഇനി എനിക്ക് ജീവിക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി തീരുവാൻ ശത്രു കഴിഞ്ഞ നാളുകളിൽ നിനക്കെതിരെ പദ്ധതി ഒരുക്കി. എന്നാൽ ആ പദ്ധതിക്കകത്ത് നീ തീരുവാൻ സമ്മതിക്കാതെ അതെ മാർത്ത മറിയ വിശ്വാസത്തോടെ അതെ കാൽച്ചുവടുകൾ വെച്ചു. ലജ്ജിച്ചില്ല. ദൈവം മഹത്വം അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാക്കിയ സ്വർഗത്തിന് ദൈവം അതേ സഹോദരി ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് എല്ലാ പ്രതീക്ഷകളും തകർന്ന് ദൈവം മാത്രമേ ഉള്ളൂ. അതേ രൂത്തിന് ഒരു നല്ല ഭാവി, ഒരു ശുഭകരമായ യാത്ര, ഒരു അന്ത്യം ദൈവം ഒരുക്കിയെങ്കിൽ എല്ലാവരും വെറുക്കപ്പെട്ട, എല്ലാവരും ഒറ്റപ്പെട്ട, ഇനി ആരുമില്ല എന്ന് അതേ ശാപം ഏറ്റുവാങ്ങി ശപിക്കപ്പെട്ടവളെന്ന് മുദ്ര കുത്തി കടന്ന ആ മോവാബ് സ്ത്രീയായ രൂത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി കർത്താവ് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഒരു മുത്തമ്മയാ അതേ ഇരിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം അവരുടെ കുടുംബത്തെ ശാപത്തിൽ നിന്ന് പുറത്തെടുത്തെങ്കിൽ ഇന്ന് രാത്രി ശപിക്കപ്പെട്ടവളെന്ന് പറഞ്ഞ് ഒതുങ്ങിത്തീരുവാൻ ദുഷ്ട പിശാച് നിനക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ ആ ശാപത്തെ അസാധുവാക്കി അത് ഒരു ദൈവ വൈതലാക്കി നിന്നെ ഭാഗ്യമുള്ളവളാക്കി നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കുവാൻ ഉതകുന്ന ജീവന്റെ സന്ദേശം ഇന്ന് രാത്രി നിന്റെ കാതിൽ സ്വർഗം കേൾപ്പിക്കുന്നത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് സ്വർഗം നിന്നെ കണ്ടത് കൊണ്ടാണ്. ഒരുപക്ഷെ ലോകം നിന്നെ പുച്ഛിച്ചേക്കാം, ഒരുപക്ഷെ സഹോദര ആർക്കും നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയേക്കാം. എന്നാൽ നീ വിലയുള്ളവനായി അതെ നീ യേശുവിന്റെ കൂടെ ഉള്ളവനെന്ന്, യേശുവിന്റെ കൂടെ ഉള്ളവളെന്ന് അറിയത്തക്ക വിധത്തിൽ നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ പ്രതികൂലമുള്ള, ഈ പ്രതിസന്ധിയുള്ള സാഹചര്യത്തിലും ദൈവം നിന്റെ കൂടെ ഇരുന്ന് അതെ പൊട്ടക്കണത്തിൽ തള്ളിയിട്ട് അതെ സ്വന്തം സഹോദരങ്ങൾ ആമേൻ തകർന്ന
തകർക്കാൻ നോക്കിയെടുത്തു നിന്നു കൂടെ ഇരുന്ന് ആമേൻ ആ ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് യോസേഫിനെ കൈപിടിച്ചുയർത്തിയ ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മകത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ തങ്ങളുടെ ആത്മീയ ദൃഷ്ടിയിൽ അവർ ദൈവത്തെ കാണുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ നിത്യതയിൽ അവർ ക്രിസ്തുവിനെ ദൈവിക മഹത്വത്തോടെ മുഖാമുഖമായി കാണുമെന്നുള്ളൊരു പ്രത്യാശ കൊരിന്തിലെ സഭയിലെ വിശ്വാസികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവ മക്കളോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് കൊരിന്ത്യർക്ക് എഴുതിയ ആമേൻ ഒന്ന് പത്രോസിന് എഴുതിയ രണ്ടാം ലേഖനം ഹല്ലേലൂയ അതിന്റെ 9-ാം വാക്യത്തിലൂടെ ആമേൻ അത് കൊരിന്ത്യർക്ക് എഴുതിയ ആമേൻ അതേ 4 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. കാൺമിന്ന ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ നാമും ആകുന്നു. ഹല്ലേലൂയ. ലോകം അവനെ അറിഞ്ഞിട്ടല്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ലോകക്കാര് നമ്മളെ കൈയടിച്ച് ആമേൻ സ്വീകരിക്കണമെന്നില്ല. കാരണം നമ്മുടെ കർത്താവിനെ അവർ സ്വീകരിച്ചില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. എന്തിനാണ് ഈ വചന ശുശ്രൂഷ? എന്തിനാണ് എല്ലാ ദിവസവും ഈ ലൈവിലൂടെ ഈ വചനം അത് ശുശ്രൂഷിക്കുന്നത്? ഇവിടെ കടം മാറാനും, ഇവിടെ രോഗം മാറാനും, ഇവിടെ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും, ആമേൻ ഇവിടെ കുറെ കാലം ജീവിച്ച് നിത്യ നരകത്തിലേക്ക് പോകാനും. നോ 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 നോ. ആമേൻ. ഇന്ന് രാത്രി വചനം അല്ലെങ്കിൽ നിന്നെ നിത്യതയോട് അടുപ്പിക്കുവാൻ വേണ്ടിയാ. ഒരു വ്യക്തി പോലും നിത്യ നരകത്തിൽ ആമേൻ ചെല്ലാതെ നിത്യമായ സ്വർഗത്തിലെത്തുവാൻ. ഹല്ലേലൂയ. നീതി രാജ്യം അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നീ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുമ്പോൾ അതോടുകൂടി ഇതൊക്കെയും ഈ ചടം 60, 70, 80, 90, 100, 120 ആമേ ഇരിക്കുവാൻ ദൈവം അവസരം തരുമ്പോൾ നിനക്ക് വേണ്ടുന്ന ആഹാരം, നിനക്ക് വേണ്ടുന്ന വസ്ത്രം, നിനക്ക് വേണ്ടുന്ന പാർപ്പിടം നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നീ ഓടി ക്ഷീണിക്കണ്ട, അതിനുവേണ്ടി നീ ഓടി തളരണ്ട. നീ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കുന്നതൊന്നും മൂക്കി പഞ്ഞി വെക്കുമ്പോ ആമേ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ആമേ കുറെ കാലത്ത് മുമ്പ് 6 മണ്ണെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പൊ എല്ലാം പെട്ടിക്കകത്ത് കൊണ്ട് കയറ്റി വെക്കുകയാ. ആമേൻ. പെട്ടി ഇനി വേണ്ടെന്നാ പറയുന്നത്. ഇനി എല്ലാം കത്തിക്കുക. ആമേൻ. എല്ലാത്തിനും കൂടെ ഒന്നിച്ച് കത്തിക്കുന്ന ഒരു ആമേൻ അതെ നാള് വെളിപ്പെടാൻ പോവുക. അവിടെ കത്തി തീരത്തില്ലെന്ന്. കെടാത്ത തീയും ചാകാത്ത മുഴുവ. ആമേൻ. ഇവിടുത്തെ സിസ്റ്റം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. ഇന്ന് രാവിലെ ആമേൻ ഞാനും എന്റെ മമ്മിയും കൂടെ ആമേൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മമ്മി എന്നോട് പറഞ്ഞു, എടാ മോനെ ഇവിടെ ആകപ്പാടെ ഭയങ്കര പ്രശ്നമാ. ഞാൻ ചോദിച്ചു എന്തുവാ പ്രശ്നം? അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാ, ഇവിടെയുള്ള ആമേൻ ആൾക്കാരൊക്കെ ആമേൻ ഇവിടെയുള്ള സിമിത്തേരിയില് ശവം കൊണ്ട് ഇടരുതെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. എന്താ പ്രശ്നം? ആമേൻ അവിടെ കൊണ്ടിടുന്ന ശവത്തിന്റെ ഒക്കെ നെയ്യ് ഒലിച്ച് ആമേൻ ഇത് ഇവിടെയുള്ള ആ കിണറ്റിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. ശരിയല്ലേ? ആമേൻ. അതെ മമ്മി പറയുക, ആമേൻ മരണം കൂടി. ആമേൻ പണ്ടൊക്കെ 2, 3, 4, 5 വർഷം കൂടുമ്പോഴൊക്കെ ഉള്ളായിരുന്നു ശവമടക്ക്. ഇപ്പൊ മാസത്തില് ആമേൻ മഴ പെയ്യുന്ന പോലെ, ഇല പൊടിയുന്ന പോലെ ഇപ്പൊ എവിടുന്നൊക്കെയോ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് അവിടെയുള്ള കിണറ്റുകളിലൊക്കെ എന്ത് ചെയ്യുക, ശവത്തിന്റെ നെയ്യ് ആമേൻ ആ കൊഴുപ്പ് ആമേൻ അതുകൊണ്ട് സ്റ്റേ കൊടുത്തിരിക്കുകയാ. ആമേൻ. അതെ കത്തിച്ച് ശാന്തലാക്കിക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. നിന്റെ ശവം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സമയം വരുമെന്ന് സത്യ വേദ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്നലെ ഞാൻ രാത്രി ഏതാണ്ട് 1 മണി 1:30 മണിക്ക് ആമേൻ വിദേശത്തുള്ളവർക്ക് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ രാത്രി എന്ന് പറയാൻ പറ്റത്തില്ല, മിഡ് നൈറ്റ് അടുത്ത പ്രഭാതത്തിലേക്ക് എത്തിയല്ലോ. 1:30 മണിയായപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഏതാണ്ട് 1:45 ആ സമയത്ത് അത് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആമേൻ ശവം കൂട്ടിയിട്ട് എന്ത് ചെയ്യും? കത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ ആമേൻ എവിടെയെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ നാം കണ്ണാടിയിൽ ഹല്ലേലൂയ കടമൊഴിയായി കാണുന്നു, ഇപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആമേൻ. അതെ ഭക്തനായ യോബ് പറഞ്ഞതുപോലെ ആമേൻ കൊരിന്ത്യ സഭയില് ആയിരിക്കുന്ന ദൈവമക്കളോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൽ നിറഞ്ഞ് അതേ ദൂത് പറയുകയാണ്, ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു,
കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഹല്ലേലൂയ. അവനിൽ പ്രത്യാശയുള്ളവനല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്ന യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 22:3 യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അതിന്റെ അർത്ഥം എന്താ? ഈ കാലം വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ആമേൻ, അത് പുതുവാന ഭൂമിയും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്ന അലങ്കാരികമായിട്ടല്ല, അക്ഷരികമായി തന്നെ ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചരിത്രമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുക യാതൊരു ശാപവും ഇനിയും ഉണ്ടാകില്ല. അതിനർത്ഥം എന്താ? ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന നാള് വരെ ഈ ഭൂമിയിൽ എന്തുണ്ട്? ശാപം എന്നല്ലേ? ഹല്ലേലൂയ. ആമേൻ. ആദാമീയ പാപം, ആമേൻ, അതെ, ഈ ഭൂമിയിൽ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ ശാപം ഇവിടെ നിന്ന് മാറണമെങ്കിൽ, ആമേൻ, ഈ ലോകത്തിന് ഒരു മാറ്റം വരണം, ഈ ഭൂമിക്ക് ഒരു മാറ്റം വരണം. ഹല്ലേലൂയ. ആ ശാപം, ആമേൻ, മാറ്റി കൊടുക്കാനായിട്ട്, ആമേൻ, അതെ, ആദാമിലൂടെയുള്ള ശാപം മാറ്റി കൊടുക്കുവാനായിട്ട്, ആമേൻ, അതെ, നോഹയെ ദൈവം എഴുന്നേൽപ്പിച്ചു. പക്ഷേ നോഹയിലൂടെ കേട്ട വചനം അംഗീകരിക്കാത്തത് കൊണ്ട് അതവിടെ പൂർണ്ണമായില്ല. ആമേൻ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ ശാപത്തെ നീക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ശരിയാ, ആ ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ട് ശാപം പൂർണ്ണമായി നീങ്ങുന്നു. പക്ഷേ അതെ, മനഃപൂർവ്വം പാപം ചെയ്ത, ആമേൻ, ജഡവും ആത്മാവും, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെ ആ ശാപം പിന്നെയും അനേക കുടുംബങ്ങളിൽ ന്യായവിധി ദൈവഗ്രഹത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നതല്ലാതെ, സ്നാനപ്പെട്ടെന്ന് പറയുന്നതല്ലാതെ നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരും നിദ്ര കൊള്ളുകയും ചെയ്യുന്നു. കാരണം വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ, മാനസാന്തരപ്പെടാതെ. അതേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ചിതറിപ്പോയ സമയത്ത് ആര്? യെരൂശലേം, ആമേൻ, ചിതറപ്പെട്ടപ്പോൾ, സ്തെഫാനോസ് മരണപ്പെട്ടതിന് ശേഷം, ആമേൻ, ശിഷ്യന്മാർ ചിതറി ഓടിയപ്പോൾ AD 52 തോമസ് ലീഗ അതെ ഇന്ത്യയിൽ കേരളത്തിലെത്തിയെങ്കിൽ, ആമേൻ, ഫിലിപ്പോസ് ശമരിയയിലേക്ക് പോയി. ആമേൻ. ശമരിയയിൽ കർത്താവിന്റെ വചനം അതിശക്തമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ശീമോൻ എന്ന് പറയുന്ന മഹാനെന്ന് പേരെടുത്തുകൊണ്ട്, ആമേൻ, അവിചാര പ്രവൃത്തി ചെയ്ത് അനേകരെ എന്ത് ചെയ്തു? വട്ടം കൂട്ടി. എന്നാൽ അവിടെ അനേകരെ യേശു ക്രിസ്തുവിനെ അവന്റെ ഫിലിപ്പോസിലൂടെ അറിഞ്ഞ് അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, ആമേൻ, ദൈവസഭയുടെ അംഗമാകുമ്പോൾ ഇതാ ശിമോനും പോയി സ്നാനപ്പെട്ടു, ദൈവസഭയ്ക്കകത്ത് അംഗമായി. അവൻ ദിവ്യാഗ്രഹം, അവൻ പണമുള്ളവൻ, പണം കൊണ്ട് ആത്മാവിനെ മേടിക്കാമെന്നുള്ള ആമേൻ ദുരാഗ്രഹത്തോടെ കുറെ പണം എടുത്ത് പത്രോസിന്റെ കയ്യിലേക്ക് കൊടുത്തു. പത്രോസ് പറഞ്ഞു, മോനെ, നീ മാനസാന്തരപ്പെട്ട് പണപ്പെട്ട് പ്രാർത്ഥിക്ക് എന്ന് ദൈവത്തിനോട് ക്ഷമിക്കുവായിരിക്കും. ആമേൻ. അവൻ രൂപപ്പെടാതെ അവന്റെ പണത്തിന്റെ മിടുക്കുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ആള് കളിക്കാൻ ഇന്നുകൊണ്ടെന്നേ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി സഭയ്ക്കകത്ത് പൈസ കൊണ്ട്, ആമേൻ, സ്ഥാനവും മാനവും പദവിയും അലങ്കരിച്ചിരിക്കുന്ന കുറെ പേര്. അതുകൊണ്ട് അവര് നിമിത്തം ബലിയാടാകുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞത്, നിങ്ങൾ അത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുക. ആ കർത്താവ് പറഞ്ഞത്, ഞാൻ പോയതുപോലെ മടങ്ങി വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ടിരുത്താമെന്ന്. ഹല്ലേലൂയ. അല്ലാതെ ഇവിടുത്തെ ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള ഒരു നേതാക്കന്മാരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. കാരണം അവരൊക്കെ മുക്കി പഞ്ഞു വെച്ച് പോകുന്നവരാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പോയ കൂട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണിലൂടെ ദൈവത്തെ കാണുവാൻ കഴിയും. ദൈവത്തെ കാണാനുള്ള കഴിവുള്ളത് വീണ്ടും ജനിച്ച ഹൃദയം, ആമേൻ, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവം ഒരു ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. നാളെ വിശുദ്ധ ഞായറാഴ്ചയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം വിദേശ രാജ്യത്തുള്ളവര് വിശുദ്ധ വെള്ളിയാഴ്ച ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പൊ പിന്നെ ആമേൻ, അവൻ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, USA ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അവിടെ രാത്രിയാ. അപ്പോ നോക്കണമേ, ആമേൻ, ഓരോ ദേശത്തും ടൈമുകൾ മാറുന്നതിനനുസരിച്ച്, സമയങ്ങൾ മാറുന്നതിനനുസരിച്ച്, അപ്പൊ ദിവസത്തിനോ ആഴ്ചയ്ക്കോ ഒന്നും ഞാൻ പ്രത്യേകത ഘടിപ്പിക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും ആരാധിക്കണമെന്ന് മാത്രമേ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കും. നീ ആരാധിക്കുന്ന സ്ഥലത്തിന് പ്രാധാന്യമില്ല, നീ ആരാധിക്കുന്ന ദേശത്തിന് പ്രാധാന്യമില്ല, നീ ആരാധിക്കുന്ന സമയത്തിനും എന്തില്ല? പ്രാധാന്യമില്ല.
പ്രാധാന്യമില്ല. പക്ഷെ നീ ആരാധിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അവന്റെ അല്ലെങ്കിൽ അവളുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ അവരുടെ ഹൃദയം ആമേൻ പുനരുജ്ജീവിപ്പിക്കുകയും ദൈവത്തെ കാണുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിരന്തരം ആരാധിക്കാനും സ്തുതിക്കാനും വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കാനും ഹല്ലേലൂയ ആളുകളെ സ്നേഹിക്കാനും പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനും അവരുടെ ഹൃദയം വികസിക്കുമ്പോൾ മാത്രമേ അവർക്ക് അത് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയൂ. അവർ നിരന്തരം ആരാധിക്കുകയും സ്തുതിക്കുകയും വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുകയും ആളുകളെ സ്നേഹിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവർക്ക് ആമേൻ മനസ്സിലാകുന്ന വിധത്തിൽ സ്വയം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയ അനേകർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരാണ് ആത്മാവിലും സത്യത്തിലും യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നത്. അവർ സമയം നോക്കിയിട്ടല്ല ആരാധിക്കുന്നത്, അവർ കാലം നോക്കിയിട്ടല്ല ആരാധിക്കുന്നത്, അവർ ദിവസം നോക്കിയിട്ടല്ല ആരാധിക്കുന്നത്. അവർ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ആത്മാവിലും സത്യത്തിലും ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകും. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. അങ്ങനെയുള്ള കൂട്ടത്തെ ചേർപ്പാനാ കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ നിറങ്ങി വരുന്നത്. കാരണം അവിടെ ചെന്നിട്ട് വേറെ പണിയൊന്നുമില്ല. ഹല്ലേലൂയ. അവിടെ കപ്പയ്ക്ക് കളിക്കാൻ പറ്റത്തില്ല, അവിടെ ആമേൻ ടാപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ പിന്നെ ആമേൻ കുമ്മായപ്പണിക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ പെയിന്റ് അടിക്കാൻ പറ്റത്തില്ല, അവിടെ എഞ്ചിനീയറോ ഡോക്ടറേറ്റോ അവിടെ പിന്നെ ഡോക്ടർമാർക്കൊന്നും അവിടെ പണിയില്ലെന്നേ, നേഴ്സുമാർക്ക് ഒട്ടുമില്ല. ആമേൻ. അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആമേൻ ഡോക്ടർ ആയാലും ശരി, എഞ്ചിനീയർ ആയാലും ശരി, ഇനി പാസ്റ്റർമാർക്ക് അവിടെ പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസംഗമൊന്നും ഇല്ലെന്നേ, ആരാധനയാ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കത്ത് മാത്രമേ ഉള്ളൂ, കൈയടിക്കത്തില്ല. നീ പ്രാസംഗികനാണെങ്കിൽ ആരാധിച്ചേ പറ്റൂ. എങ്ങനെ? ആത്മാവിന് സത്യത്തിലും ആരാധിച്ചേ പറ്റൂ. ചിലരുണ്ട് ആമേൻ ഓർഗൻ വായിച്ചുകൊണ്ടിരിക്കുക, അവിടെ ഓർഗണൊന്നും ഇല്ലെന്നേ. ആമേൻ. അവിടെ നീ ആത്മാവിന് സത്യത്തിന് ദൈവത്തെ ആരാധിക്കണം. നീ ഓർഗൻ വായിച്ചാലും വേണ്ടില്ല, ആമേൻ നീ ഡ്രം സെറ്റ് അടിച്ചാലും വേണ്ടില്ല, നീ പ്രസംഗിച്ചാലും വേണ്ടില്ല, നീ ലയം ശ്രുതി താളം വിട്ട് പാടിയാലും വേണ്ടില്ല. ആമേൻ. സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹല്ലേലൂയ ആമേൻ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ താളത്തിൽ ആമേൻ. അവിടെ വേർഗത്യമില്ല. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ആ മഹാസുദിനം അടുത്തിരിക്കുകയാ. പ്രിയമുള്ളവരെ, തള്ളപ്പെട്ടു പോകാതെ എടുക്കപ്പെടുവാൻ വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ സമയം നോക്കാതെ, കാലം നോക്കാതെ, നേരം നോക്കാതെ, ആരോഗ്യം നോക്കാതെ ആരാധിക്കാൻ തയ്യാറായിക്കോ. ആരാധിക്കുന്നവരെ ചേർപ്പാനാ കർത്താവ് കടന്നു വരുന്നത്. ആമേൻ. ആരാധിക്കുന്നത് വ്യവസ്ഥയിലായിരിക്കണം. തോന്നിയ പോലെ ദുഷ്ടന്റെ കൂടെയും പാപിയുടെ കൂടെയും പരിഹാസിയുടെ കൂടെയും ആഴ്ച മുഴുവൻ നടന്നിട്ട് പിന്നെ സന്ധി കോടി വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവം വരത്തില്ല, ദൈവം പ്രസാദിക്കത്തില്ല. ആമേൻ. വിശുദ്ധിയിൽ തികഞ്ഞവനായ ദൈവത്തെ ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ആരാധിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ വിശുദ്ധരായി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. അവർ നിരന്തരം ആരാധിക്കുകയും സ്തുതിക്കുകയും വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുകയും ആളുകളെ സ്നേഹിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സ്വയം എന്ത് ചെയ്യും? ആനയായിട്ടോ കുതിരയായിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല ദൈവം വരുന്നത്. ദൈവമായി തന്റെ പുത്രനെ ആമേൻ വെളിപ്പെടുത്തിയ ആ വെളിപ്പാട് സാക്ഷാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു എന്നുള്ള വെളിപ്പാട് ഹല്ലേലൂയ പ്രാപിച്ച പത്രോസ്ലീഹ പരിജ്ഞാനത്തിൽ ജീവിച്ചതുപോലെ അവന്റെ ബലമുള്ള കൈക്കീഴിൽ ആമേൻ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ അവൻ അധികം കൃപ കൊടുക്കുന്നു. ഹല്ലേലൂയ ആമേൻ. കഴിവില് അഹങ്കരിക്കരുത് കേട്ടോ, നിഗളിക്കരുത് കേട്ടോ. പണമുണ്ടാകാം, ആമേൻ, എല്ലാം നല്ലതാ. പക്ഷേ ദൈവം തന്ന ദാനമല്ലാതെ അഹങ്കരിക്കാൻ ഒന്നുമില്ല. പ്രശംസിക്കുന്നെങ്കിൽ അത് ക്രൂശിലാകട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു തങ്ങളെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചില വിശ്വാസികളും പ്രസംഗകരും ഒക്കെ പറയുന്നത് അതേ നാം കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. അതിനാൽ നിങ്ങൾ അവനോടുള്ള ഭക്തി, സത്യസന്ധത, ഉത്സാഹം, വിശ്വാസം എന്നിവയുള്ള ഒരു ജീവിത ശൈലി വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവർ തീർച്ചയായും നിങ്ങളെ തന്നെ ഹല്ലേലൂയ അതേ ദൈവം ആമേൻ ആരെന്ന് വെളിപ്പെടുത്തി നിങ്ങളിലൂടെ യേശു ജീവിക്കുന്നുവെന്ന് അനേകർക്ക് കാണുവാനിടയാകും. അങ്ങനെ അവനുമായുള്ള നിങ്ങളുടെ ആ സുഖബന്ധം ദൃഢമാക്കാം. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരാണോ? ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹമുള്ളവർ ആമേൻ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ
ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അവൻ മോശയോടും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോടും ആമേൻ തന്നെ തന്നെ വെളിപ്പെടുത്തി. ആമേൻ. അതെ, അവന് നിങ്ങൾക്ക് ഹല്ലേലൂയ കാണുവാൻ, മോശയ്ക്ക് കാണുവാൻ കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം അതേ തേജസ്സേറിയ, അത്രത്തോളം ആമേൻ തേജോമനായ ദൈവം. ഹല്ലേലൂയ. പൗലോസ് ആമേൻ ദമസ്കോസിന്റെ മുമ്പിൽ വെച്ച്, ആമേൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആമേൻ വീണു. ഹല്ലേലൂയ. അത്രമാത്രം തേജസ്സേറിയ ആ സാന്നിധ്യം. ഹല്ലേലൂയ. പുറപ്പാട് 33:18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിനവൻ, ഞാൻ എന്റെ മഹിമയ്ക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി, യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് കൃപ കാണിക്കണമെന്നുള്ളവനോട് കൃപ കാണിക്കും, കരുണ കാണിക്കണമെന്നുള്ളവനോട് കരുണ കാണിക്കും. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി ഞാൻ കടന്നു പോകുമ്പോഴോ എന്റെ കൈ കൊണ്ട് നിന്നെ മറിക്കും. പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണുന്നതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. ദൈവത്തെ നേരിട്ട് കാണുവാൻ മോശയ്ക്ക് കഴിയരുത്. കാരണം അത്രമാത്രം തേജോമനായ ദൈവം. ഹല്ലേലൂയ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ, വെളിപ്പാടിലെ പുതിയ സൃഷ്ടി വരെയും. ഹല്ലേലൂയ. ആമേൻ. അതേ, മറ്റൊരു വലിയ അപേക്ഷ ഉൽപ്പത്തിയിലെ സൃഷ്ടിപ്പ് മുതൽ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ മുതൽ, ഹല്ലേലൂയ, അതേ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ചോദിക്കുന്നുണ്ട്, ദൈവത്തെ കാണിച്ചു തരാമോ, ദൈവത്തെ കാണിച്ചു തരാമോ? നീ സത്യവേദപുസ്തകം ഒന്ന് തുറന്നു നോക്ക്. നീ വിശ്വാസത്തോടെ നീ ഒരു ആത്മീയനായി ജീവിക്കുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവനാണെങ്കിൽ നീ ആ സത്യവേദ പുസ്തകം എന്നെടുത്ത് വായിച്ചു നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം വായിച്ചു തുടങ്ങുമ്പോ മുതൽ നിനക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. അതേ, 19 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ആമേൻ നാം വായിച്ചു. ആമേൻ. ഉൽപ്പത്തിയിൽ കാണുന്ന ദൈവം ആകാശം, ആമേൻ, ഭൂമി എന്നിവ സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. വെളിപ്പാടിലേക്ക് വരുമ്പോൾ 21:23 നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവ തേജസ്സിന്റെ ചരിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. ആമേൻ. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തത് കൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. നോക്കിക്കേ, അത്രമാത്രം തേജോമനായ ദൈവത്തിന്റെ സാന്നിധ്യം. എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ യഹോവ തന്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ. തീയുടെ നടുവിൽ നിന്ന് അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോട് ഇരിക്കുമെന്ന് ഞങ്ങൾ ആമേൻ ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്ത് പറഞ്ഞു. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവൻ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. ആമേൻ. കെട്ടി നിന്നത് യഹോവയുടെ ശ്വാസം തള്ളി പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. ഹല്ലേലൂയ. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായ യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് ഇങ്ങനെയാണ് ആമേൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടത് അത് കേട്ടത് കണ്ടിട്ട് ഞാൻ കവഞ്ഞു വീണു. സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ എന്ത് ചെയ്തു? ആമേൻ കേട്ടു. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം ആമേൻ നാം വായിക്കുമ്പോൾ അവിടെ എസ്കേലിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ വെളിപ്പെടുത്തിയ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അത് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. നീ നദികളിൽ കൂടി
കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അതിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ കാണുവാൻ കഴിയും, ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയും. ആമേൻ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അനുഭവമുള്ളവർ മൗനമായിരിക്കാതെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഹല്ലേലൂയ. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട്, ഹല്ലേലൂയ, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ആമേൻ. ഇതൊക്കെ ഞാൻ കമ്പി വാചകമായി വേഗത്തിൽ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും സമയമില്ല കേട്ടിരിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, അല്പസ്വല്പം നിങ്ങൾ കേട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഉതകുന്ന ആവശ്യമായ വചനങ്ങൾ ആമേൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിങ്ങളെ അതേ രൂപാന്തരപ്പെടുത്തി നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കുവാൻ ശക്തരായ ദൈവത്തിന്റെ വചനം അതിൻ്റെതായ പ്രവൃത്തികൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ആമേൻ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. സഹോദരന്മാരും പിതാക്കന്മാരും മായ പുരുഷന്മാരെ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവൻ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവൻ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാൽ, ഇഴജാതി എന്നിവയുടെ രൂപത സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന ദൈവങ്ങളുടെ പുറകെ അനേകർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, തേജോമനായ ദൈവം ഹല്ലേലൂയ തന്റെ പുത്രനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി. ആ വെളിപ്പാട് പ്രാപിച്ച പത്രോസ് അതേ അന്ധകാരത്തിൽ കിടന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്തെന്ന് ആത്മാവിൽ എഴുതി. ആ എഴുതിയ വചനം അതേ വായിച്ച് ഗ്രഹിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ രാത്രി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്തിൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷയിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രത്യാശയിൽ പ്രശംസിക്കുവാൻ കൃപ ലഭിച്ചവർ എന്നോട് ചേർന്ന് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ച ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? പ്രകാശിപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അവരുടെ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഹല്ലേലൂയ. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും അതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതു ഭാഗത്തിരിക്കുകയും. ഹല്ലേലൂയ. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. ഹല്ലേലൂയ. ഇങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയും ഇവിടെ മുഖപക്ഷം കാണിക്കരുത്. കാരണം നമ്മുടെ ദൈവം മുഖപക്ഷമില്ലാത്തവൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവ കാലത്തിനു മുമ്പേ ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി
ുമായിരുന്നവന് എന്നേക്കും മഹത്വം ഉണ്ടാകത്തക്ക വിധത്തിൽ ആരാധിക്കുന്നക്ക് യോഗ്യനായി ആക്കി വെച്ചിരിക്കുന്ന കർത്താവിനെ ഈ ഭൂമിയിൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഹല്ലേലൂയ. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളം, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടു വഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായിൽ തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവന്റെ വലങ്ങി എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളതുമാകുന്നു. ഹല്ലേലൂയ. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. ഹല്ലേലൂയ. ഈ മനോഹരമായ ആരാധന അതെ കൂടുവാൻ ക്ഷണിക്കപ്പെട്ടവരാ ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവരാ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ തേജസ് ഏറ്റവും വലിയേറിയ ആ രത്നത്തിന് തുല്യമായ സ്ഫടിക സ്വച്ഛതയുള്ള ആ സൂര്യകാന്തം പോലെ ആയിരുന്ന ഹല്ലേലൂയ ഈ കർത്താവിനെ ആ നിലവാരത്തിൽ ഹല്ലേലൂയ ആരാധിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ച് നൽകുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ എത്ര പേർ ഹല്ലേലൂയ ഈ കർത്താവിനെ അറിയുവാൻ കൃപ ലഭിച്ച പൗലോസ്, അവൻ നിലത്ത് വീണ് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്ന കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെല്ലേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശൗല് ദൈവകരങ്ങളിൽ വിധേയപ്പെട്ട് ഒരു പൗലോസായി രൂപാന്തരപ്പെട്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുക മാത്രമല്ല, അവന് വേണ്ടി ഒരുക്കിയ ആ പരദേശയിൽ എത്തുവാൻ അവനെ ബലപ്പെടുത്തിയ, അവനെ സഹായിച്ച, അവന് കൃപ കൊടുത്ത സ്വർഗത്തിൽ വലിയവനായ ദൈവം നമ്മയും ഈ വചനങ്ങളാൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരും കണ്ണുകളെടുത്ത് നീതിമാനും പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി അവിടുന്ന് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ശുദ്ധമായ ഒരു ഹൃദയത്തിനുടമയായ അതെ അങ്ങയെക്കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് പ്രാപിച്ചു ഹല്ലേലൂയ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ അതേ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ അശുദ്ധിയിലേക്ക് വലിച്ചിഴച്ച് നാശത്തിന്റെ തള്ളിയിട്ട് തകർക്കാൻ പതിയിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് ജയമേറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവമേ, ഇന്ന് രാത്രി എല്ലാവരെയും സഹായിക്കണം. വിശ്വസ്തയോടെ അങ്ങേ സേവിക്കുവാൻ കർത്താവേ, ഇന്ന് രാത്രി സമർപ്പിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണമേ. യേശുവിന്റെ നാമത്തിലുള്ള ആ കൂട്ടായ്മ ബന്ധം ഹല്ലേലൂയ അടുപ്പം അതെ വർദ്ധിച്ചു വരട്ടെ കർത്താവേ. പരസ്പരം സ്നേഹിച്ച് കരുതി മുഖപക്ഷമില്ലാതെ കണ്ട് അതെ ഒരപ്പന്റെ മക്കളെന്ന നിലയിൽ ഈ ഭൂമിയിൽ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന കുടുംബങ്ങളായി ഓരോ കുടുംബങ്ങളും മാറ്റപ്പെടട്ടെ. ഒരപ്പന്റെ മക്കളെ പോലെ ദൈവസഭയുടെ അംഗങ്ങളായി എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഈ ഭൂമിയിലായിരിക്കാൻ സ്വർഗമിടയാക്കണമേ. പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രാത്രി വചനം കേട്ട എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം. രോഗികളായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു ഹല്ലേലൂയ അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല, അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. ഹല്ലേലൂയ. അത് ദൈവത്തിനും ക്രിസ്തുവിനും നിഴലായി ഉപയോഗിച്ചിരുന്ന ഒരു നാമമാണല്ലോ പാറ. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ ഉറപ്പുള്ള അടിസ്ഥാനവും കഷ്ടങ്ങളിലെ അഭയസ്ഥാനവുമായി ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പാറ യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഹല്ലേലൂയ കൃപ ലഭിച്ച എല്ലാവരും ഒരിക്കൽ കൂടെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പുണ്യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ.
ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ മറന്നു പോകരുത്. യൂട്യൂബ് ചാനൽ സ്നേഹതീരം പ്രയർ ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. നാളെ ഞായറാഴ്ചയാണല്ലോ, 11:30 ശേഷം സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ആരാധനയുമായി കൃപയാൽ ഞങ്ങൾ കടന്നു വരുന്നതായിരിക്കും. സാഹചര്യവും സന്ദർഭവും നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. അതിനെ കേട്ട എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനവും നന്ദിയും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ശുഭരാത്രി.